ഫ്രണ്ട്സ്, ഇന്ന് ഒളിമ്പിക്സ് ഡേ ആണ്. എല്ലാവർക്കും ഒളിമ്പിക്സ് ഡേ ആശംസകൾ. ഹാപ്പി ഒളിമ്പിക്സ് ഡേ. ഒളിമ്പിക്സിൽ പങ്കെടുത്തവർക്കും ഒളിമ്പിക്സിൽ പങ്കെടുക്കാനിരിക്കുന്ന ഭാവി തലമുറകൾക്കും എല്ലാ സ്പോർട്സ് താരങ്ങൾക്കും എല്ലാവർക്കും ലോകത്തെ എല്ലാ ആൾക്കാർക്കും ഒളിമ്പിക്സ് ഡേ ആശംസകൾ. എൻ്റെ മോൻ സ്പോർട്സ് താരമാണ്. അപ്പം എൻ്റെ മോന് കൊണ്ട് ഞാൻ ഒളിമ്പിക്സ് റാലിയിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ കടയിൽ കയറി ഹോട്ടലിൽ കയറി ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു. അതിന് ശേഷമാണ് ഞാനിങ്ങോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ വരുന്ന വഴിയിൽ കുറച്ച് നല്ല ചാള എന്ന് പറയും, മത്തി എന്നും പറയും. ഓരോരുത്തർക്കും എന്താണ് പറയണതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് ഒരു എളുപ്പ വഴിയിലുള്ള ക്രിയയാണ്. അതായത് ചാള എത്ര എളുപ്പം കറി വയ്ക്കാം. നമുക്ക് ഇതുപോലെയൊക്കെ വല്ലയിടത്തുമൊക്കെ പോയിട്ട് വന്നിട്ട് പെട്ടെന്ന് ചോറ് വെച്ച് ഒരു കറിയൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൂട്ടാനും വേണം. എന്നാൽ നല്ല ടേസ്റ്റുള്ളതായിരിക്കണം, എന്നാൽ എളുപ്പം വയ്ക്കാനും പറ്റണം. എന്ന് വെച്ചാൽ അധികം ടൈമില്ല, ഉച്ചയായി, അപ്പം നമുക്ക് പെട്ടെന്ന് കറി വെച്ച് കഴിക്കണം. അപ്പം അങ്ങനെ എളുപ്പം വയ്ക്കാവുന്ന നമ്മുടെ ആലപ്പുഴ മീൻകറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ആലപ്പുഴ മീൻകറി എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ മാത്രം സ്പെഷ്യലാണ്. അത് വേറെ എങ്ങും ഇല്ല, ആരും അങ്ങനെ വയ്ക്കാറില്ല. ശരിക്കും എനിക്കറിയില്ല കേട്ടോ, ഇനി വയ്ക്കുന്നുണ്ടോ എന്നറിയത്തില്ല. എങ്കിലും പലയിടത്തും ചിലർ തക്കാളിയൊക്കെ ചേർത്തൊക്കെയാണ് വയ്ക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കണ്ണൂരൊക്കെ എൻ്റെ ഫ്രണ്ടൊക്കെ വയ്ക്കണ ഞാൻ കണ്ടിട്ടുണ്ട്, തക്കാളി ഇട്ടൊക്കെ വയ്ക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വയ്ക്കുന്നത് മാങ്ങയിട്ടാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും സ്ഥിരമുള്ള ഒരു കറിയാണ്. അത്ര നല്ല ടേസ്റ്റുമാണ്. അത്യാവശ്യം പുളി, എരിവ്, ഉപ്പ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നല്ല കിടിലൻ കറിയാണ്. ചോറിൻ്റെ കൂടെ ഒഴിച്ച് അത്യാവശ്യം കുഴച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് ഇങ്ങനെ നല്ല പോലെ മീനിൻ്റെ ഉളുമ്പൊക്കെ വൃത്തിയാക്കി കഴുകിയതിന് ശേഷം വേണം നമ്മൾ ഈ മീൻ കറി വയ്ക്കാനായിട്ട്. അപ്പം ഇന്ന് എനിക്ക് കിട്ടിയ ചാളയാണെങ്കിൽ അല്പം മുട്ടയൊക്കെ ഉണ്ട്. അപ്പം മുട്ടയുള്ള മീനൊക്കെ ആണെങ്കിൽ കൂടുതലും മുളകിട്ട് വയ്ക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ ഞാൻ ഇന്ന് എളുപ്പം വയ്ക്കാനും അതുകൊണ്ട് മാത്രമല്ല മോനിഷ്ടമാണ്. അപ്പം ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് തേങ്ങയും ചിരണ്ടി വെച്ച് മാങ്ങ എരിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീൻ വെട്ടിയെടുക്കുകയോ, അല്ലെങ്കിൽ പലയിടത്തും കിട്ടാറുണ്ട് ഇപ്പം മീനിൻ്റെ ഷോപ്പുകളിൽ പോലും മീൻ വെട്ടിത്തരുന്ന ആൾക്കാർ നമുക്കിപ്പോൾ എല്ലായിടത്തും എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പം മീൻ വെട്ടി കിട്ടുവാണെങ്കിൽ എളുപ്പമാണ്. പിന്നെ ഈ മീനിൻ്റെ പ്രത്യേകത, ഈ കറിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ചാള മാത്രമല്ല ഈ അരപ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് അയില ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് ചെമ്മീനില്ലേ, പച്ചച്ചെമ്മീൻ. ഇപ്പോൾ പച്ചച്ചെമ്മീൻ്റെ അവസരമാണ്. ഇവിടെ ആലപ്പുഴയിലൊക്കെ ഇഷ്ടം പോലെ പച്ചച്ചെമ്മീൻ കിട്ടും. അപ്പോൾ പച്ചച്ചെമ്മീൻ ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വെക്കാൻ എളുപ്പമാണ്. ഇനി യാദൃശ്യം വെച്ചാൽ മീൻ കിട്ടാത്ത അവസരം ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മീന് പകരം നമ്മുടെ കായില്ലേ, പച്ചക്കായും മാങ്ങയും കൊണ്ടും ഈ അരപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ഇതുപോലെ ഒരു മീൻകറി നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻകറി മാറി നിൽക്കും കേട്ടോ, കായിട്ട് വെച്ചാലും. ശരിക്കും മീൻ ഇട്ട പോലെ തന്നെയുള്ള ടേസ്റ്റാണ്. അതുപോലെ തന്നെ മീൻ ഉണ്ടാക്കുന്ന ആ ചട്ടിയിൽ തന്നെ, ആ മൺചട്ടിയിൽ തന്നെ നമ്മൾ ഈ കായും മാങ്ങയും ഇട്ടുണ്ടാക്കുന്നത് നല്ലതായിരിക്കും. അപ്പം എല്ലാവർക്കും കൂടെ ഇങ്ങോട്ട് വരിക, നമുക്കിതൊന്ന് കാണണ്ടേ. ബാ. നല്ല വെട്ടിക്കഴുകി, ഞാൻ തന്നെ വെട്ടിക്കഴുകിയ ചാളയാണ്. കണ്ടല്ലോ, നല്ല പച്ച ചാളയാണ്. അതിൻ്റെ കൂടെ അല്പം മുട്ട കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതും കൂടെ ഇടുന്നുണ്ട്. കുറേ മുട്ടയില്ല, 2-3 എണ്ണേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കിളുന്ന ടൈപ്പായിരുന്നു. അപ്പം ഇച്ചിരി നല്ല മുട്ട മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ചാള ഇതാണ്. ഇത് കൂടാതെ മാങ്ങ അരിഞ്ഞ് ഞാൻ മൺചട്ടിയിൽ തന്നെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ, ഈ മൺചട്ടി തന്നെയാണ് മാങ്ങ അരിഞ്ഞ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് വയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തേക്ക് നല്ല പച്ചമുളക് ഇങ്ങനെ കീറിയിടുകയാണ്. അതുപോലെ തന്നെ നമുക്കിനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പം കരിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അരമുറി തേങ്ങ കഷ്ടിച്ചേ ഉള്ളൂ. ഇത് അത്രയും ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മീനുള്ളത് കൊണ്ടാണ് ഈ അരമുറിയുടെ അടുത്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണ്.
നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം. ഏകദേശം കുറച്ച് മുളക് പൊടി വേണ്ടി വരും. ഇത് ഓരോരുത്തരുടെ എരിവിന് പാകത്തിന് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടവർ അതനുസരിച്ചിടുക, ഇല്ലാത്തവർ കുറച്ചിടുക. ഓക്കെ. ഇവിടെ അത്യാവശ്യം എരിവും അതുപോലെ തന്നെ കളറും ഒക്കെ വേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരച്ചുകൊണ്ട് വരാം. ഇത്തിരി വെള്ളം ഒഴിച്ച് അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം, അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഞാൻ ഇത്രയും വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുവാണ്. അപ്പം അത്യാവശ്യം വെള്ളം ഒഴിച്ച് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ഇനി അരയ്ക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ അരച്ച ഈ അരപ്പ് നമുക്ക് നോക്കാം. കണ്ടോ, നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ഒഴിക്കാം. കണ്ടോ, ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഈ ജാറൊക്കെ ഒന്ന് കഴുകി നമുക്കിതിനകത്തേക്ക് ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം നമുക്ക് വേണം, എന്നെങ്കിലേ ഈ മീൻ വേകേണ്ടതല്ലേ. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുവാണ്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ് മാത്രമാണ്. ഉപ്പും കൂടി ഇട്ട് നമ്മളിത് തിളപ്പിക്കാൻ വയ്ക്കണം. അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കുവാണ്. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് വേണ്ടതുപോലെ ഇടണം, കൂടുതൽ ആവരുത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് അവസാനം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തു. നമ്മൾ ഈ അരപ്പ് വേകാനായിട്ട് വെക്കുവാണ്. അടുപ്പത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വയ്ക്കാം. നമ്മൾ അടച്ച് വെച്ചിരിക്കുവാണ്. നമ്മുടെ മീൻകറി ഇതിനകത്തിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുവാണ്. തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് മീൻ പെറുക്കിയിടാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ചോറ് വെച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, നന്നായിട്ട് നെല്ല് കുത്തിരിച്ചോറാണ്. നമ്മുടെ കുത്തിരിച്ചോറാണ് വയ്ക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ കുത്തിരിച്ചോറാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുത്തിരിച്ചോറാണ് വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ, അപ്പോൾ വേകാൻ ഇച്ചിരി സമയം എടുക്കും. എന്തായാലും ഇത് വേകുന്നതിന് മുമ്പ് തന്നെ കറിയാവും. അപ്പം നമുക്ക് ഇനി ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു പണി കൂടെ കാണിച്ചു. ഞാൻ ആ ചാള ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആ വെട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നുകൂടെ തിളയ്ക്കട്ടെ. അപ്പം നമ്മുടെ മീൻകറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല സൂപ്പറായിട്ട് തിളച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം അത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. പിന്നെ ഞാൻ ചെറുതായിട്ട് എളുപ്പത്തിലൊരു രസവും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നുന്ന രസം. അതായത് വെറുതെ നമുക്ക് കുടിക്കാൻ തോന്നുന്ന രസം. അങ്ങനത്തെ രീതിയിലുള്ള ഒരു രസവും കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുകൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം രസം എന്ന് പറയുന്ന സാധനം നമ്മുടെ വയറിൽ ഗ്യാസൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ്. എല്ലാം കഴിച്ച് കഴിയുമ്പം, ആഹാരമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഇത്തിരി രസം നമ്മളൊരു ഗ്ലാസ്സിലെടുത്തിട്ട് കുടിക്കുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ കുറേ എരിവൊന്നും ഉണ്ടാകത്തില്ല. കുറച്ച് ലൂസിലായിരിക്കും, നല്ല ലൂസായിട്ടുള്ള വെള്ളത്തിലായിരിക്കും നമ്മളിത് ചെയ്യണത്. പ്രത്യേകിച്ച് അതിനകത്ത് വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പം രസം കഴിക്കുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മളൊരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ രസം കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇടയ്ക്ക് അരി കിടന്ന് തിളയ്ക്കുന്നു, അതാണ് ഞാനൊന്ന് അങ്ങോട്ടൊക്കെ നോക്കിയത്. അപ്പം അതുകൊണ്ട് രസം എല്ലാവരും ആഴ്ചയിലെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ രസം ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം രസം ഉണ്ടാക്കുന്ന ഇതെങ്ങനെയാണെന്നുള്ളത് കൂടെ ഞാൻ വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി അടിപൊളിയായിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല കിടിലനായിട്ട് കിടന്ന് തിളയ്ക്കുവാണ്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കരിവേപ്പില നമ്മൾ ഇടുവാണ്. എനിക്കിച്ചിരി കരിവേപ്പില കുറച്ച് കൂടുതലിടുന്ന കൂട്ടത്തിലാകട്ടോ ഞാൻ. അപ്പോൾ ഒന്നിങ്ങനെ ഇതായിട്ടൊന്ന് ഇടുവാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പം കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചില്ല എന്നും പറഞ്ഞ് നമ്മൾ ഈ കറിക്ക് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവത്തില്ല. ആവശ്യത്തിനുള്ള ടേസ്റ്റൊക്കെ ഉള്ള ഒരു കറി തന്നെയാണ്. എളുപ്പത്തിലുണ്ടാക്കാം. അപ്പോൾ ഇത്രയും നല്ലൊരു കറി കഴിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ തേങ്ങയൊക്കെ അരച്ചല്ലേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇനി വേണം എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി ഒഴിച്ച് കൊടുക്കുക.
എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ കറി. അപ്പോൾ ഈ ഒരു കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മുടെ ആലപ്പുഴ മീൻകറിയാണ്. അപ്പോൾ കണ്ടല്ലോ എൻ്റെ ആലപ്പുഴ മീൻകറി, നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇത്ര കിടിലൻ മീൻകറി നിങ്ങളൊന്നുണ്ടാക്കിയിട്ട് മെസ്സേജ് ചെയ്യണം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ഇതിനകത്തായിട്ട് ഒന്നും പ്രത്യേകിച്ച് ചേർത്തിട്ടില്ല. കുറച്ച് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കുക. മീൻ വെട്ടി നല്ല വൃത്തിയായി കഴുകി കട്ട് ചെയ്ത് വയ്ക്കുക. മാങ്ങ അരിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ അരപ്പ് അങ്ങോട്ട് ചേർക്കുക. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ ആ മീൻ പെറുക്കിയിടുക. ലാസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലൊക്കെ കറിവേപ്പിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. എനിക്ക് കരിവേപ്പില പ്രാന്തിയാണ്. കാരണം എനിക്ക് കരിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏത് കറിയിലും നന്നായിട്ട് കരിവേപ്പില എടുക്കും. ഇവിടെ ഇല്ല, ഞങ്ങളുടെ തൊട്ടിപ്പുറത്ത് എനിക്ക് പറിക്കാവുന്ന പാകത്തിന് കരിവേപ്പില നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടം പോലെ കരിവേപ്പില എനിക്ക് അവിടുത്തെ അമ്മ തരും. അതുകൊണ്ട് ഞാൻ അവിടെ പോയി, ഞാൻ മതിൽ ചാടിപ്പോയി കറിവേപ്പില പറിച്ചിട്ട് ഞാൻ ഈ കറിക്കകത്തൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മീൻകറി ഉണ്ടാക്കുന്നത്. മീൻകറി എന്നല്ല, അവിയലിനകത്തും എല്ലാത്തിനകത്തും ഞാൻ കരിവേപ്പില നന്നായിട്ട് ചേർക്കും. കരിവേപ്പില നല്ല ഗുണമുള്ള സാധനമാണ്. ശരിക്കും കൊളസ്ട്രോളൊക്കെ പോകാനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് കരിവേപ്പില നമ്മൾ വെറുതെ വെറും വയറ്റിൽ പോലും ഒരു ഇല കഴിക്കുന്നത് നല്ലത്. 1-2 ഇലയൊക്കെ നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നതും നല്ലതാണ്. അതിൻ്റെ കൂടെ നെല്ലിക്കയും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഗുണമാണ്. വയറിലൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച്, നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അപ്പം ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യണ്ട, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ഇനി നെല്ലിക്കയും കരിവേപ്പിലയും കഴിച്ചത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും വരാനും പോകുന്നില്ല. ഇത് അത്ര നല്ല ഗുണമുള്ള സാധനവും കൂടി ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള കറിയൊക്കെ വെച്ച് കഴിക്കണം. കുറേ എണ്ണയിൽ പൊരിച്ച് വറുത്ത് അങ്ങനെയൊക്കെ കഴിക്കുന്നതിലും ഒത്തിരി ആരോഗ്യത്തിന് നല്ലത് നമ്മൾ ഇതുപോലെയുള്ള കറിയൊക്കെ വെക്കുന്നത്. ഇത് ഞാൻ പറയുന്നതിൽ ശരിയാണെന്ന് നിങ്ങൾക്കും തോന്നാറില്ലേ? അപ്പം നമ്മൾ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും വറുത്തും പൊരിച്ചും ഒക്കെ കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും. പക്ഷേ അവരുടെ ആരോഗ്യം ഭയങ്കര ഇതാണ്. അവരുടെ ബോഡിയൊക്കെ ശരിക്കും വണ്ണമൊക്കെ വെച്ച് ശരിക്കും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരും അല്ലേ? അപ്പം ഫാറ്റി ലിവർ ഒക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെയൊക്കെ കൊച്ചിലേ തന്നെ ഫാറ്റി ലിവർ, ഒബേസിറ്റി ഒക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ ഒത്തിരി ദോഷമുണ്ടാകും. ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവർ ഭാവിയിൽ ഒത്തിരി ജോലി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞ് ഉള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ വലിയ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞതാണ്. എന്ത് ജോലിയാണേലും, ഒരു കസേരപ്പുറത്തിരുന്നുള്ള ജോലിയാണെങ്കിൽ പോലും അതിൻ്റേതായ സ്ട്രെയിൻ എല്ലാവർക്കും ഉണ്ടാവും ഇല്ലേ? അപ്പോൾ കസേരപ്പുറത്തിരുന്നല്ലേ ജോലി ചെയ്യണം, അല്ലെങ്കിൽ അവൻ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്നല്ലേ ജോലി ചെയ്യണം, അവൻ എന്ത് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോഴും അതിലും ഉണ്ട് ബുദ്ധിമുട്ട്. കാരണം അവരവരുടെ ആ കണ്ണ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ഒക്കെ, അവരുടെ ബ്രെയിൻ മുഴുവനും ആ കമ്പ്യൂട്ടറിലായിരിക്കും അവരുടെ ശ്രദ്ധ. എന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റേതായ മാനസികമായിട്ടും അല്ലാണ്ടൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതൊന്നും അറിയുന്നില്ല എന്നേ ഉള്ളൂ. കണ്ണൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാകാറുണ്ട് പലർക്കും. അപ്പം അതൊക്കെ മനസ്സിലാക്കി തന്നെ നമ്മൾ നല്ല ആഹാരം കൂടെ കഴിക്കുവാണെങ്കിൽ കുറേ വ്യത്യാസം ഉണ്ടാവും. നല്ല ആഹാരം ഏറ്റവും നല്ല, നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്, നല്ലൊരു രീതിയിൽ ജീവിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് എന്ത് ഭക്ഷണം കഴിച്ചാലും അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മായം കലർന്നും ഒക്കെയാണ് ഇപ്പോൾ എല്ലാവരും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഉള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒത്തിരി കേടുപാടുകളുണ്ടാവും. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ പല വീഡിയോസിലും പല ഡോക്ടേഴ്സും ഒക്കെ പറഞ്ഞു. നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ഓരോ പ്രാവശ്യവും നമ്മുടെ മുന്നിൽ തന്നെ പലയിടത്തുമുള്ള അനുഭവങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ കിടന്നുറങ്ങുന്നവർ പെട്ടെന്ന് പിറ്റേ ദിവസം ഇല്ലയെന്നായിരിക്കാം നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുള്ള സ്ഥിതിക്ക് നമ്മുടെ കുട്ടികളെ അതിലേക്ക് പോകാതെ കുറച്ച് ഇങ്ങനെ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ നോക്കണം. വല്ലപ്പോഴുമൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കൊടുത്തത് കൊണ്ട് കുഴപ്പമില്ല. വല്ലപ്പോഴുമൊക്കെ അത് ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അത് അവരുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുക. അങ്ങനെ എപ്പോഴും ആകരുത്. അതുപോലെ തന്നെ
നമ്മൾ പുറത്തുനിന്നുള്ള ഡ്രിങ്ക്സൊക്കെ വാങ്ങിയുള്ള കുടിക്കുന്നത് അതൊക്കെ ഒഴിവാക്കണം കുറേയൊക്കെ. വല്ലപ്പോഴുമൊക്കെ കുടിക്കാൻ മാത്രമേ ഉള്ളൂ. അതൊരു മാസത്തിൽ ഒരു ദിവസമോ അങ്ങനെയൊക്കെ ആക്കുക. എന്നിട്ട് നമ്മൾ വീട്ടിൽ ചെറുപയർ മുളപ്പിച്ച് കൊടുക്കുക. കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ചെറുപയറൊക്കെ മുളപ്പിച്ച് കൊടുക്കുമ്പോൾ ആ ഇല വന്നിട്ടുള്ളത് നമ്മളിങ്ങനെ ഉണ്ടാക്കി തോരനായിട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ബ്രെയിനിനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ ഇനി അടുത്തതുണ്ടാക്കാൻ പോണത് രസമാണ്. പക്ഷേ എനിക്കിതിൽ ഈ വീഡിയോയിൽ ഇടാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല, അത്ര ലെങ്തി ആയിട്ടുണ്ട് ഈ വീഡിയോ. എങ്കിലും ഞാൻ മാക്സിമം ഇതിൽ തന്നെ ഇടാൻ നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പം നമുക്കിനി അടുത്തത് രസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ രസത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. അത് കുക്കർ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് അടപ്പൊന്നും ഇടുന്നില്ല. അപ്പം ഞാൻ ഇത്തിരി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വലുതായിട്ടുള്ളൊരു പാത്രം വെച്ചത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുവാണ്. കുറേ വേണ്ട, കുറച്ച് എണ്ണ മതി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കണം. അപ്പം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കടുക് വറക്കാനുള്ള സാധനങ്ങൾ ഇടണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെളുത്തുള്ളി കുരുമുളക് പൊടിയും കൂടെ ഇടും. ഇതിനകത്തേക്ക് കുറച്ച് കടുകിടുവാണ്. അപ്പം കടുക് പൊട്ടാൻ നേരത്ത് നമ്മൾ ഈ മുളകും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇടും. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയുണ്ട്. അപ്പോൾ ഇതും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇടും കേട്ടോ. അപ്പം നന്നായിട്ട് കടുകൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇതങ്ങോട്ട് ഇടുവാണ്. കൂട്ടത്തിൽ നമുക്ക് ഈ മുളകും കൂടെ അങ്ങോട്ട് ഇടാം. പൊട്ടിച്ചിടുന്നെങ്കിൽ ഇടാം കേട്ടോ, പൊട്ടൊന്നും ഇല്ലല്ലോ. പൊട്ടിച്ച് ഇടുവാണ്. നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇടുവാണ്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയും കുരുമുളകും കടുക് വറുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ കുറച്ച് ചെറിയുള്ളി ഇടുവാണ്. 2 എണ്ണം മതി കേട്ടോ, ഒത്തിരി വേണമെന്നില്ല. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ചിടണം, അല്ലെങ്കിൽ കരിയും. കുക്കറായതുകൊണ്ട് നല്ല ചൂടുള്ളതുകൊണ്ടാണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ചൂടുള്ളത് കൊണ്ടാണ് അത് ഇടുമ്പോഴത്തേക്ക് ഒരു പുകയൊക്കെ വരുന്നത്. ഇപ്പം തന്നെ രസത്തിൻ്റെ ഒരു മണമൊക്കെ നമുക്ക് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് കുറച്ച് പുളി, ഇത്രയോളം പുളി നമ്മളിട്ട് അതിങ്ങനെ ഞെരടി നമ്മൾ ആ പുളിവെള്ളം ആക്കണം. എന്നിട്ട് പുളിയുടെ കൊന്തൊക്കെ എടുത്ത് നമ്മൾ കളയണം. ഇങ്ങനെ പുളി ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ വെള്ളമാണ്. ഈ വെള്ളത്തിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടുക. കുറേ വേണ്ട, ഇച്ചിരി മതി കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക. കുറേ വേണ്ട, അതും ഓരോരുത്തരുടെയും പാകത്തിനുള്ള എരിവ് മതി കേട്ടോ. അത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 2 പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർക്കാം. ഇതിട്ട് ഇളക്കുവാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഈ വെള്ളം, പുളിവെള്ളവും മുളക് പൊടിയൊക്കെ കൂടി ഇട്ട് വെച്ചിരിക്കണം, അതിനകത്തേക്ക് ഒഴിക്കുക. കണ്ടോ, ഈ ഒരു ലെവലേ ആകാവുള്ളൂ, കൂടുതൽ കളർ വരേണ്ട ആവശ്യമില്ല. നിറച്ചായിട്ടുണ്ട് കണ്ടോ, കുറച്ചുകൂടെ ആക്കാം വെള്ളം. നമ്മൾ ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എന്തേ നോക്കിക്കേ, ഇതിൻ്റെ കളറെന്ന് പറയുന്നത് കണ്ടോ, ഈ ഒരു ലെവലേ ആകാവുള്ളൂ. ഇതിന് ഇതിൽ കിടന്ന് തിളയ്ക്കണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇനി നമ്മൾ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 സ്പൂണ് പോരാതെ വരും. അപ്പം നമ്മളൊരു 2 സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ രസമാകണമെന്നുണ്ടെങ്കിൽ അതിനകത്തെ വില്ലൻ ഇവനാണ്, അതായത് നമ്മുടെ കായമാണ്. അപ്പോൾ കായ ഇട്ടെങ്കിലേ നമുക്ക് രസമായി കിട്ടുകയുള്ളൂ. അപ്പം അതിനുള്ള പരിപാടിയാണ് ഇനി ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇട്ടാലും മതി, അതല്ലെങ്കിൽ അതിന് മുമ്പിട്ടെന്നും പറഞ്ഞും കുഴപ്പമൊന്നുമില്ല. രസത്തിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അത്യാവശ്യം കായപ്പൊടി നല്ലതാണ് കേട്ടോ, കുറച്ചൊക്കെ ചെല്ലണം, നല്ലതാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി കായം ഏറെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി കായത്തിൻ്റെ രുചി കൂടുതൽ വരുന്നതാണ് ഇഷ്ടം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ രസം ഓക്കെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രസം.
ഇനി തിളയ്ക്കട്ടെ ഒന്ന് കേട്ടോ. ഇത് തിളച്ച് കഴിയുമ്പം കിടിലൻ രസമായിരിക്കും. അവിടെ രസം കറക്റ്റ് പാകമായിട്ടുണ്ട്. എല്ലാം കൂടെ ഇത് തിളച്ച് ഒന്ന് കൂട്ടി യോജിക്കുമ്പോഴേക്കും ഈ രസം അടിപൊളിയാണ്. കണ്ടോ, ഇങ്ങനെ രസത്തിൽ ഇങ്ങനെ തക്കാളി ഇങ്ങനെ കിടക്കണം, അതാണ് രസം. പിന്നെ നന്നായിട്ട് നമുക്കിതിനകത്ത് കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും വേണം. അതുപോലെ തന്നെ വേണ്ട ഒരു സാധനമാണ് പിന്നെ നമ്മുടെ കായപ്പൊടി നിർബന്ധമാണ്, എന്നെങ്കിലേ ഈ രസമായി മാറുകയുള്ളൂ. അപ്പോൾ എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ കളറൊന്നും കണ്ടോ, അത് ഇതുപോലെ വെള്ളം പോലെ ഇരിക്കണം, ഇതാണ് രസം. ഇനി പരിപ്പുവട ഉണ്ടെങ്കിൽ ഇതിന് പരിപ്പുവടയും രസവും കൂടെ ഒഴിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ അവസാനം ഇത്തിരി രസം ഒഴിച്ചൊക്കെ കഴിക്കണം, നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നമ്മളിങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി എടുത്തിട്ട് കുടിക്കുന്നതും നല്ലതാണ്. അപ്പോൾ എൻ്റെ രസം കണ്ടല്ലോ, ഇതുപോലെ വേണം നിങ്ങൾ രസം ഉണ്ടാക്കി കഴിക്കണം. ഇനി വേറൊരു സ്റ്റൈലുണ്ട് രസം, അത് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് രസം. എന്നാലൊരു ചോറിൻ്റെ കൂടെ എരിവും പുളിയും ഉപ്പും എല്ലാം ചേർന്നൊരു വെറൈറ്റി ടേസ്റ്റ് വരുന്ന ഒരു ഐറ്റമാണ് രസം. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് തമിഴർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന രസം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പലർക്കും അറിയാം, എങ്കിൽ കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവരോടും കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതുക. എല്ലാവരും എന്തെങ്കിലും ഒന്ന് കുറിക്കുക, മെസ്സേജായിട്ട് ഇടുന്നതിനകത്ത്. അപ്പോൾ എനിക്കൊരു സന്തോഷമാവും, നിങ്ങൾക്കും അതൊരു സന്തോഷം. നിങ്ങളുടെ അഭിപ്രായം ഞാൻ കാണുന്നില്ല എന്ന് വിചാരിക്കരുത്, ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. മാക്സിമം കമൻസിനും ഞാൻ മറുപടി വിടാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ കാണുമ്പോൾ അതിന് ഞാൻ ഒരു തിരിച്ചുള്ളൊരു നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു എന്നുള്ളതിൻ്റെ ആ സ്നേഹം തിരിച്ച് പ്രകടിപ്പിക്കുന്നത് തന്നെ നിങ്ങളുടെ ആ മെസ്സേജ് കാണുമ്പോഴാണ് എനിക്ക് ആ സന്തോഷം. അപ്പോൾ നിങ്ങളത് കാണുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു മെസ്സേജ് വിടാൻ മറക്കരുത്. എനിക്ക് അത് വലിയ സന്തോഷമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.